എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന CPR ഷോർട്ട് സെൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പിൽ കുറേ ആൾക്കാർ, കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും പുതുതായിട്ട് വന്ന ആൾക്കാരും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് ട്രേഡർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ട്രേഡിംഗ് രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ, ഇപ്പോൾ ഈ ട്രേഡർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്തിട്ട് അതിൽ ഈ പ്ലേലിസ്റ്റിൽ പോയാൽ ഇതിൽ കുറേ ഇതുണ്ട്, പറയുന്ന പ്ലേലിസ്റ്റുകളുണ്ട്. ഇതിനകത്ത് ഇത് കണ്ടില്ലേ, മൈ CPR സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ പോവാ. ആ ലിസ്റ്റിൽ പോയി ഇതിൽ നമ്മുടെ ഷോർട്ട് സെൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ഇതുണ്ട്, ഈ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിനേക്കാൾ ഇച്ചിരൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കുന്നത് ഈ മൈ മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്റ്റൈൽ ആൻഡ് CPR സ്ട്രാറ്റജി എന്ന് പറഞ്ഞുള്ള ഇതാണ്. ഈ 33 ഇതുള്ള ഈ ഒരു ഇത്. അതുപോലെ അതായത് കുറച്ച് 4-5 വീഡിയോകളുള്ളൂ. ഫണ്ടമെൻ്റൽ അനാലിസിസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാൻ പറ്റും ഷെയറിനെ പറ്റി. അതുപോലെ 20 MS സ്ട്രാറ്റജി ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണ്ടി ഈ ബാക്കിയുള്ള ഈ സെയിം CPRുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ വീഡിയോസാണ്. പക്ഷേ നമുക്ക് ഈ വീഡിയോയും ബാക്കിയുള്ള താഴോട്ടുള്ള വീഡിയോകളെല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ അത് ബെനിഫിറ്റ് ആകുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുക. ഈ വീഡിയോ എടുക്കുമ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ CPR സ്ട്രാറ്റജിയെ പറ്റി നല്ല രീതിയിൽ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. CPR സ്ട്രാറ്റജിയിലെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്, ഇതാണ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പം പലരും ഈ ഫോർമുല അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് കാണാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ള് കാണാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി, പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം മാത്രം നമുക്കൊരു കോൺഫിഡൻസ് എപ്പോൾ വരുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ നല്ല രീതിയിൽ ട്രേഡിങ് തുടങ്ങാവൂ. പിന്നെ എത്ര നല്ല പൈസ ഉള്ള ആളാന്ന് പറഞ്ഞാലും, എത്ര നല്ല ട്രേഡറാന്ന് പറഞ്ഞാലും, ഒരു ഹെവി ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൊത്തത്തിൽ നമ്മുടെ ഒരു കോൺഫിഡൻസേ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഞാൻ വാട്സപ്പിൽ ഇവിടെയാണ്, ഞാൻ ഇന്നലെയാണ് ഈ ചോദ്യം ഇട്ടത്. അതിന് ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, നീതു ചോദിച്ചിരിക്കുന്നത് 3 മിനിറ്റ് ടൈം പീരീഡും 5 മിനിറ്റ് ടൈം പീരീഡിലും 20 MA ഡിഫറൻറ്റ് അല്ലേ? ഇതിൽ ഏത് ടൈമാണ് നമ്മൾ എടുക്കുന്നത്? ഞാൻ നോർമൽ 5 മിനിറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളത് ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഇത് ഡേ ചാർട്ടാണ് എടുക്കുന്നത്. ഡേ ചാർട്ട് നമുക്ക് ഇൻട്രാഡേക്ക് ആവശ്യമില്ല. നമ്മൾ നോർമൽ 5 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കാണ് ഈ CPRൻ്റെ ലെവലുകളും എല്ലാം. ഈ ബ്ലൂ കളറിൽ കാണുന്നത് റെസിസ്റ്റൻസ് ലെവല്, ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് CPR ലെവല്. CPR ലെവലിൻ്റെ മുകളിൽ കാണുന്ന ബ്ലാക്ക് കളറ് പ്രീവിയസ് ഡേ ഹൈ, താഴത്തേത് പ്രീവിയസ് ഡേ ലോ, താഴോട്ടുള്ള ഈ റെഡ് കളറിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോർമൽ 5 മിനിറ്റിൻ്റെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനതേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഹൈ മൂവ്മെൻറ്റ് സ്റ്റോക്കുകൾ എങ്ങനെ ട്രേഡ് എടുക്കണം? റിസ്ക് റിവാർഡ് റേഷ്യോ ഇതിൽ ആപ്ലിക്കബിൾ ആണോ? പലപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഹ്യൂജ് ലോസ് വരുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ചെറിയ പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റ് വരുമ്പം ചെറിയ പ്രോഫിറ്റും ലോസ് വരുമ്പം ഹൈ ലോസും വരുന്നത് അത് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ കുഴപ്പമാണ്. നമ്മൾ
എൻട്രി എടുത്തു. നമ്മൾ ആ ഷെയറിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം. ആ മൂവ്മെന്റ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അത് മാർക്കറ്റിൽ ലൈവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്, ചെറിയൊരു പ്രോഫിറ്റ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യും, ലോസ് ബുക്ക് ചെയ്യത്തില്ല. ലോസ് ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. നമ്മളെപ്പോഴും, ഞാൻ എൻ്റെ ചാനലിലാണെങ്കിലും പറയാറുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു ഷെയറിൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഒരു ഷെയർ, ഒരു 100 രൂപയുടെ റണ്ണിങ്ങിൽ ഇരിക്കുന്ന ഒരു ഷെയർ, അതിൻ്റെ R1 105, R2 110, R3 115 അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഷെയർ 105 R1 ആണ്. 105 R1 ആകുമ്പോൾ നമ്മൾ 110 പോയിട്ട് തിരിച്ചിറങ്ങുന്ന ഷെയർ 105 വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മുടെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അവിടെ ഒരു 100 ഷെയർ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ നമ്മൾ അഥവാ സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടത് നമുക്ക് 500 രൂപയുടെ ലോസ് നമുക്ക് താങ്ങാനുള്ളതേ ഉള്ളെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, 100 ഷെയർ ട്രേഡ് എടുക്കാം. അപ്പോൾ 100 ഷെയറിൻ്റെ ട്രേഡ് എടുത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് താഴോട്ട് വരുന്നൊരു മൂവ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് അതൊരു ഹെവി മൂവ്മെന്റ് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 രൂപ അങ്ങനെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. അതല്ല എങ്കിൽ ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്ത് മാറുക. പല രീതിയിൽ ചെയ്യാം. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാം. ഹൈ ക്വാണ്ടിറ്റി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ സ്കാൾപ്പിംഗ് രീതിയിൽ നമുക്ക് അത് ബുക്ക് ചെയ്ത് മാറാൻ പറ്റും. പക്ഷേ നമുക്ക് ഹ്യൂജ് ലോസ് വരാൻ കാരണം ഒന്നുകിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ളൊരു ട്രേഡ് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാനെപ്പോഴും പറയാറുള്ളത്, അഥവാ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇടുന്ന ആ ഷെയറിൻ്റെ അന്നേരം വരെ വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ. അപ്പോൾ അങ്ങനെ ഹൈയുടെ മുകളിൽ നമുക്ക് ഇടുമ്പോൾ ഹെവി ലോസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നമ്മുടെ താങ്ങാവുന്ന ഒരു സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ഒരു ലോസിൻ്റെ രീതിയിൽ നമ്മുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈ മൂവ്മെൻറ്റ് ഷെയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ഷെയർ ഇപ്പം 100 രൂപയുടെയൊക്കെ ഷെയർ നല്ല വോളിയുള്ളൊക്കെ ആണെങ്കിൽ നോർമൽ 10, 20, 30 പൈസ അങ്ങനെയാണ് ട്രേഡ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ആ ഷെയർ പെട്ടെന്ന് 50 പൈസ, 1 രൂപ, 1.5 രൂപ ജമ്പ് ചെയ്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴേ ഓർത്തണം ആ ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആണെന്നുള്ള കാര്യം. ഹെവി മൂവ്മെൻറ്റ് വരുന്നതിന് കാരണം അതിനകത്ത് ഒന്നീ വലിയ HNI ക്ലയൻസോ അല്ലെങ്കിൽ വലിയ ഫണ്ടുകളോ അല്ലെങ്കിൽ വന്നിട്ട് ഓപ്പറേറ്ററോ ഒക്കെ ആയിരിക്കും അതിനകത്ത്. സാധാരണ നമ്മളെപ്പോലുള്ള ഒരാൾക്ക് നമുക്കൊരു ഷെയറിൻ്റെ അത്രയും ഇപ്പം ഹെവി വോളിയത്തിട്ട് ഇടാവുന്ന ഒരു ഷെയറിൽ 50 പൈസ ജമ്പ് ചെയ്ത് ട്രേഡ് എടുപ്പിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കാണത്തില്ല. നമ്മൾ 500, 1000 അല്ലെങ്കിൽ 5000 ഷെയർ അടിക്കുന്നവരാണെങ്കിൽ പോലും, ഞാൻ ഹെവി വോളി ഉള്ള ഷെയറിൻ്റെ കാര്യമാണ് പറയുന്നത്, വോളി ഇല്ലാത്ത ഷെയറിൻ്റെ കാര്യമില്ല, വോളി ഉള്ള ഷെയറിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. വോളി ഉള്ള ഷെയറിനകത്ത് 1 രൂപ 2 രൂപ ജമ്പ് ചെയ്ത് പോകുന്നതിൻ്റെ അർത്ഥം അതിനകത്ത് നോർമൽ ട്രേഡ് ചെയ്യുന്ന നമ്മളെപ്പോഴും ആൾക്കാരല്ല അതിനകത്ത് ഇരിക്കുന്നത്, അതിൽ വേറെ ആൾക്കാരാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അവരുടെ അനുസരിച്ച് അവരെന്താണ് ഷെയറിനകത്ത് ചെയ്യുന്നതെന്നനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് നമ്മളും നമ്മുടെ രീതി മാറ്റണം. ഇപ്പം ഞാൻ ഷോർട്ട് സെല്ല് മാത്രമേ ചെയ്യാറുള്ളൂ. ഫസ്റ്റ് എന്തായാലും ഞാൻ ഷോർട്ട് സെല്ലേ ചെയ്തുള്ളൂ, അതിന് ശേഷമേ ബൈ ചെയ്തുള്ളൂ. ബൈ ചെയ്യാൻ പറ്റുന്ന ഷെയറുകൾ കാണും, അപ്പോൾ ബൈ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഷെയറിനകത്ത്. ഓക്കെ, ഹൈ മൂവ്മെന്റ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എക്സലിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇട്ട് തരാം. അതുപോലെ ഓപ്പണിംഗ് ടൈം ട്രേഡ് എടുത്താൽ പെട്ടെന്ന് കട്ട് ചെയ്യണം തോന്നിയിട്ടുണ്ട്. ശരിയാണ്. ഓപ്പണിംഗ് മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുത്താൽ പെട്ടെന്ന് ഒരു നോർമൽ ഓപ്പണിങ്ങിലൊരു നമുക്ക് ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ പെട്ടെന്നൊരു ഹെവി ഡൗണിലോട്ട് വന്നിട്ട് പെട്ടെന്ന് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്, ഇപ്പോൾ 100 ഷെയർ എടുത്ത് പെട്ടെന്ന് 1000 രൂപ പ്രോഫിറ്റ് കാണിച്ചു നമ്മൾ ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും റിസ്ക് കുറഞ്ഞിരിക്കും. ഇത് 20 MB കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ 5 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. സ്വിംഗ് എൻട്രീസ് എങ്ങനെ എടുക്കുന്നത് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുമോ? സ്വിംഗ് എൻട്രി എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി അല്ല കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇവിടെ കുറേ ഷെയറുകൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പല ഷെയറുകളും ഞാൻ ഉദ്ദേശിക്കുന്ന റേഞ്ച് വരാതെ തന്നെ കയറിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പം ഇൻഡോമീൻ എനിക്ക് തോന്നുന്നു ഈ ഷെയർ ഇപ്പം നോർമൽ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നോക്കുന്നത് ഒരു കറക്ഷൻ വരുന്ന ടൈമിലാണ്
ഞാൻ ഇവിടെ ഈ ഷെയർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കറക്ഷന് ഞാൻ നോക്കി വെച്ചിരുന്ന ഷെയറാണ്. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയുന്നുണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇത് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഇത് പല പ്രാവശ്യം സപ്പോർട്ട് എടുക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം? 1, 2, 3, 4, 5, 6 പ്രാവശ്യം സപ്പോർട്ട് എടുത്തു. 6 പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഒരു ലെവൽ എന്ന് പറയുമ്പം നല്ല ഒരു അടിപൊളി സപ്പോർട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് ആ റേഞ്ചിൽ നിന്നൊരു ബൗൺസ് പ്രതീക്ഷിക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് ഒരു ബൗൺസ്, ചെറിയ ബൗൺസാണ്, 106-ന്ന് 120 വന്നു, വീണ്ടും 105-നടുത്ത് വന്നു, വീണ്ടും അത് പുതിയ ഹൈ അടിച്ചു, 139 അടിച്ചു, വീണ്ടും തിരിച്ചവിടെ വന്നു, 104-ന്ന് പിന്നെ അത് 184-60 വന്നു. പക്ഷെ ഈ ഇത്രയും പല പല ഹൈ അടിച്ചിട്ടും തിരിച്ച് ഈ പഴയ ലെവലിൽ തന്നെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഈ 105 വന്നിട്ട് ഇവിടെ വന്നു. ഞാൻ ഈ കറക്ഷൻ്റെ അവിടെ എടുത്തു കിട്ടതാണ്. പക്ഷേ എങ്കിൽ അതിനുശേഷം അതെനിക്ക് ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷേ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് പോകുന്നത്. പക്ഷേ ചിലപ്പോൾ ഇപ്പം അത് സൂം ചെയ്യാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആക്യുറസിയോട് എല്ലാം കറക്റ്റ് അറേഞ്ച് വന്ന് തൊട്ട് കയറിപ്പോൾ അങ്ങനല്ല. ചിലപ്പോൾ അത് ഇതുണ്ടല്ലേ, ഒരു വിക്ക് അടിച്ച് പോയാൽ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒത്തിരി സ്റ്റോപ്പ് ലോസ് വേണം, അത് അവന്മാരെ തൂത്ത് വരിയിട്ട് അങ്ങ് കൊണ്ടുപോകും. അതുപോലെ ഇവിടെ നേരത്തെ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആ ഒരു റേഞ്ചാണ്. ഇനി തിരിച്ച് ഈ ലെവൽ ഇപ്പം നോക്കിയേ, ഇതിപ്പം തിരിച്ച് ഇങ്ങനെ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതിങ്ങനെ നമ്മൾ നോക്കിയിരുന്ന് കണ്ടിന്യൂസ് വാച്ച് ചെയ്ത് കുറേ ദിവസം വാച്ച് ചെയ്ത് മൂവ്മെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇതിപ്പം ഇവിടെ ഒരു റെസിസ്റ്റൻസ് 1, 2, ഇവിടെ ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് പൊട്ടിച്ചപ്പോൾ കുറച്ച് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് പൊട്ടി താഴെ വന്നു. അത് 20 MA വെച്ച് നോക്കുകയാണെങ്കിൽ ഡേ ചാർട്ടിൽ അത് സപ്പോർട്ട് എടുത്തിട്ട് മേപ്പോട്ട് കയറി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇനി ഇവിടുന്ന് ഒരു ഇറക്കം വരുമ്പോൾ ഈ ലെവലിൽ നിന്നായിരിക്കാം ചിലപ്പം ഒരു ബൗൺസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ഷോയറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ നോക്കിയെടുക്കണം. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ നല്ല രീതിയിൽ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാൻ പറ്റും. ചിലർ ഇൻഡിക്കേറ്റർ വെച്ച് എടുക്കും, ചിലരാണെങ്കിൽ ഇതുപോലെ ട്രെൻഡ് ലൈൻ വരച്ചും ഒക്കെ നോക്കും. ഞാൻ ഈ ഒറ്റ ഹൊറിസോണ്ടൽ ലൈൻ മാത്രമേ ഞാൻ ചെക്ക് ചെയ്തുള്ളൂ. ഞാനിതിനകത്ത് ഇങ്ങനെ നല്ല സപ്പോർട്ടുള്ള ലെവലുകളും നല്ല റെസിസ്റ്റൻസ് ഉള്ള ലെവലുകളും വാച്ച് ചെയ്യും. അതിനകത്ത് ഇപ്പം ഇത് തിരിച്ച് പെട്ടെന്ന് എങ്ങാണ് ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഈ റേഞ്ച് വന്നാൽ ഉറപ്പായിട്ട് ഇവിടെ എടുക്കാൻ പറ്റും. ഈ ഷെയർ ഇവിടുന്ന് ഒരു ബൗൺസിന് ചാൻസ് ഉള്ള ഷെയർ. ഇത് ഹെവി വോളിയത്തിൽ തട്ടി താഴെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അടുത്ത ലെവലോ ഈ ലെവലോ അല്ലെങ്കിൽ ഈ ലെവലോ ഒക്കെ വരും. ഇപ്പം ഇവിടെ ഈ ഒരു ഇതൊക്കെ ബ്രേക്കായി എടുക്കുന്നവർക്ക് ഈ ടാർഗറ്റ് ഒരു പ്രാവശ്യം ഇതിൻ്റെ മുകളിലോട്ട് ഇത് ബ്രേക്കായപ്പോൾ കണ്ടില്ല, ഇത് കയറി പോകുന്നത്. ഇവിടെ ഹെവി വോളിയം ഉണ്ട്, നോക്കിയാൽ അറിയാം. അപ്പോൾ അത് പുതിയ ഹൈ അടിച്ച് പോയിട്ടുണ്ട്. ഇനി കറക്ഷൻ എപ്പോഴും വരുന്ന ടൈമിൽ നമുക്ക് നോക്കാം. ഈ ലെവലോ 180 അല്ലെങ്കിൽ 150, 140 റേഞ്ചിലോട്ടൊക്കെ ചിലപ്പോൾ വരാം. എത്ര വലിയ നല്ല ഷെയർ ആണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ കറക്ഷൻ വരും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കൊച്ചിൻ ഷിപ്പ് യാർഡും. ഓക്കെ, കൊച്ചിൻ ഷിപ്പ് യാർഡ് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ചാർട്ട് ഇപ്പം നോക്കുമ്പോൾ അറിയാം, ഡേ ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഈ റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കണം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നിരങ്ങുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇത് കണ്ട് ഈ റേഞ്ചിൽ ഞാൻ കൊടുത്തു. അതിനുശേഷം ഈ ഹൈ അടിച്ചു ഏകദേശം 100-150 രൂപ പ്രോഫിറ്റ് എടുത്തു. അതിനുശേഷം തിരിച്ച് വീണ്ടും താഴോട്ട് വന്നുവെങ്കിലും 1800 അത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ എത്ര ക്യാൻഡിലുണ്ട്. വീക്ക് ആണെങ്കിൽ ഇവിടെ എല്ലാം ഇത് പല പ്രാവശ്യം പൊട്ടി പുതിയ ലോ അടിക്കേണ്ടതാണ്, പക്ഷെ അടിച്ചിട്ടില്ല. അടിച്ചാലും പക്ഷെ ക്ലോസിങ് വന്നിട്ട് 1800 മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ ചിലപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോക്കാൻ പോവാം. അറ്റ്ലീസ്റ്റ് ഈ 20 MA 20 MA കട്ട് ചെയ്ത് കുറച്ച് മുകളിലോട്ടോ പോവാം.
അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നോക്കാം. സ്വിംഗ് ട്രേഡിങ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന അതിൻ്റെ സപ്പോർട്ട് ലെവലുകൾ നോക്കുക. ഇതിനകത്ത് തന്നെയാണെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. അതിനുശേഷം ഈ റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ഇവിടുന്ന് 1, 2. അതിനുശേഷം ആ റേഞ്ചിലോട്ട് വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ റേഞ്ചിലോട്ടാണ്. ഓരോ തട്ടായിട്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ നോക്കുന്നത്. പിന്നെ അതിലെ വോളിയം മൂവ്മെൻറ്റും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ചിൽ നിന്ന് ഇപ്പം സിമ്പിളായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് ഈ റേഞ്ചിൽ നിന്ന് ഒരു ബൗൺസിന് ചാൻസ് ആണ്. ഈ റേഞ്ചിൽ ഇവിടുത്തെ മൂവ്മെൻറ്റോ ഇത് ഡേ ക്യാൻഡിലാണ്. ഇവിടെ 1, 2, 3, 4, 5 വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ആ റേഞ്ചിൽ തന്നെ കളിക്കും. ഒരു പോസിറ്റീവ് ന്യൂസ്, ഒറ്റ ജമ്പ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതപ്പോൾ നമ്മൾ നോക്കിയത് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ. ചില ഷെയറുകൾ R1 കയറി R2 ജസ്റ്റ് അടുത്ത് വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഷെയർ എൻട്രി ആവറേജ് നോക്കാൻ പറ്റുമോ? R1 വന്ന് പിന്നെ ഒന്ന് കയറുമ്പോൾ എടുക്കാമോ? R1 കയറി R2 ജസ്റ്റ് അടുത്ത് വന്ന് പല ഷെയറുകളും ഇപ്പോൾ R1 R1 R2 തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ R2 മുകളിൽ പോകാതെ തന്നെ R2 അടുത്ത് വരെ വന്നിട്ടൊക്കെ താഴെ ഇറങ്ങും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇറങ്ങുമെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് R2 മുകളിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വെച്ചിട്ട് അവിടെ സെല് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ R1 വന്നിട്ട് തിരിച്ചൊരു ബൗൺസ് വരും ആ ഷെയർ വീക്ക് ആണെങ്കിൽ പോലും R2 അടുത്ത് പോയ ഷെയർ R1 വന്നിട്ട് ഒരു ബൗൺസ് കാണിക്കുക. ആ ബൗൺസിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കണം. അത് വീണ്ടും പുതിയ ഹൈലോട്ട് വരരുത്. പക്ഷെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഒരു R1 105, R2 110, ഇത് 109 വരെ വന്നിട്ട് 105 താഴെ പോയെങ്കിൽ നമുക്ക് എൻട്രി ആണ്. പക്ഷെങ്കിൽ അത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ 106, 107 ഒന്ന് കയറിയിട്ട് പിന്നെ അവിടെ കിടന്ന് ആ ഷെയറിന് മുമ്പോട്ട് പോകാനൊരു ഇതില്ലാതെ ഒരു സ്ട്രെങ്ത് ഇല്ലാതെ ആ ഷെയർ തിരിച്ചിറങ്ങുന്നതാണ്. അപ്പോൾ ആ റേഞ്ച് വേണമെങ്കിൽ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ ചെയ്യും അവിടെ. ഞാനിപ്പോൾ അത് തിരിച്ചൊരു ബൗൺസ് കാണിച്ചത് സ്ട്രെങ്ത് ഇല്ലാന്നുണ്ടാൽ ചിലപ്പോൾ ഇപ്പം 106, 107 റേഞ്ചിൽ ചെയ്യും. അപ്പം 106, 107 ചെയ്താൽ 109 പോയിട്ടുണ്ട്. പക്ഷെ 110 അതിൻ്റെ R2 ആണ്. അപ്പോൾ R2 മുകളിലോട്ട് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും. എനിക്ക് 3 രൂപയുടെ റിസ്ക് 107 എടുത്താൽ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. CPR സ്ട്രാറ്റജിയിൽ ഓപ്ഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നിഫ്റ്റി നെറ്റ് സ്ലോ ആണ് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഇവിടെ നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇത് ഏത് സൈഡ് നോക്കിയിട്ട് ഇപ്പം ഇത് കണ്ടില്ലേ, ഇതിപ്പം ഇവിടെ ക്ലോസിങ് ഡൗൺ ഓപ്പണിങ് വന്നു, ഡൗണിലോട്ട് പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കയറുമ്പോൾ മുകളിൽ കയറി നിന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ വലിയ പെട്ടെന്നൊരു മൂവ്മെന്റ് കിട്ടാത്തതുകൊണ്ട് ഓപ്ഷൻ ഇതുണ്ട്, അതിൽ പ്രീമിയം DK ആയിപ്പോൾ. അപ്പോൾ എന്നാലും മോശമല്ലാതെ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഇത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണിംഗ് വന്ന് നേരെ R1 പോയി തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, പുട്ട് ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ പുട്ട് ഓപ്ഷൻ എടുത്ത 25,010 എന്നത് 24,910 അങ്ങനെ വരുന്നത്. പിന്നെ ഇവിടെ കണ്ട് സപ്പോർട്ട് എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തെങ്കിലും വെച്ചിട്ട് ട്രേഡ് എടുക്കുക. അതല്ല എങ്കിൽ ഇവിടെ 20 MA വെച്ചിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ 20 MA വെച്ചിട്ട് ഈ റേഞ്ചിലൊരു എൻട്രിയാണ് 24,947.
അപ്പോൾ 24,947 ഒരു മുകളിൽ കട്ട് ചെയ്ത് കയറുന്ന സമയത്ത് നമ്മൾ എടുത്താൽ നമുക്ക് നോർമലി സ്വിംഗ് ലോ ഇടണം. അതല്ല അത്രയും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ഈ ക്യാൻഡിൽ താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. താഴെ അടിക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കത്തക്ക രീതിയിൽ ട്രേഡ് എടുക്കണം. ഇവിടുന്ന് നല്ല രീതി ഹെവി മൂവ്മെൻ്റ് ആണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻറ്റ് പോയതിൽ ഇവിടെ നമുക്കിവിടെ R1 നോർമൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഒരു R2 റേഞ്ച് വരെ കളിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഹെവി ന്യൂസിലൊക്കെ കയറി പോകണം. ഇത് ഇപ്പോൾ നോക്കിയാൽ ഇവിടെ അറിയാം R2 ശേഷം ഇവിടെ സെല്ലിങ് വരുന്നുണ്ട്. R2 മുകളിൽ പോയി R2 സെല്ലിങ് വരുന്നു. ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ 25.50 67 പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസത്തെ നോക്കിയേ, അടുത്ത ദിവസത്തെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് താഴെ പോയി. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഓപ്ഷൻസിനകത്ത് ബെനിഫിറ്റ് കിട്ടത്തില്ല. പക്ഷേങ്കിൽ ഇവിടുന്ന് കിട്ടും. പക്ഷേ നമുക്ക് ലെവല് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ ഇതാണ് അറ്റ്ലീസ്റ്റ് ഈ ലെവൽ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. പക്ഷെ വന്നില്ല. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഡേ ലോയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ ക്ലോസിംഗ് ടൈമിലേക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഓപ്പണിങ്ങിൽ നല്ലൊരു പ്രോഫിറ്റാണ് ഇവിടെ കിട്ടുന്നത്. അതിനുശേഷം ഇത് നോക്കിയാൽ ഇവിടെ CPR വെച്ച് നോക്കിയാൽ CPR പ്രീവിയസ് ഡേ അല്ല R1 വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി എടുത്താൽ ഈ എൻട്രിയിലൊന്നും നല്ല ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്ത് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ സെൻട്രൽ CPR ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. മൊത്തം വിക്കാണ് താഴോട്ട് അടിക്കുന്നത്. വിക്ക് അടിച്ച് മുകളിൽ ക്ലോസ് ചെയ്യുക ചെയ്യുന്ന മുകളിൽ. അപ്പോൾ ഇവിടെ ഈ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഏകദേശം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മിക്കവാറും ഈവനിങ് ആകുമ്പോഴത്തേന് പറക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ചാൻസ് എടുത്തവർക്ക് തന്നെ ഇവിടെ നല്ലൊരു ഇത് ഹെവി മൂവ്മെൻറ്റ് കിട്ടും. നെറ്റ് ഇച്ചിരി സ്ലോ ആണ്, അതാണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നിഫ്റ്റി അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് നോക്കി ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ CPRൻ്റെ ഇത് വെച്ചിട്ട് ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ അത് കണ്ടിന്യൂസ് ഒരു പ്രാക്ടീസ് വേണം. ഞാനാണെങ്കിൽ സാധാരണ ഓപ്ഷൻസ് ട്രേഡ് അങ്ങനെ എടുക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല. ഇപ്പം ഞാൻ നിഫ്റ്റി തന്നെ ഇതുപോലെ ഇതുണ്ട് സെൻട്രൽ CPR സപ്പോർട്ട് എടുക്കുന്നതിന് ആ ദിവസത്തെ ബാങ്ക് നിഫ്റ്റി മൂവ്മെൻ്റ് ആണിത്. ഇവിടെ ഇതിന് മുകളിൽ ഹെവി മൂവ്മെൻറ്റ് കിട്ടും. പിറ്റേ ദിവസമാണെങ്കിൽ നമുക്കിവിടെ നോക്കി അതിൻ്റെ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച ഇത് കാണിച്ച മൂവ്മെൻറ്റ്. വെള്ളിയാഴ്ച പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണ്, പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ്. നമ്മളിവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്താൽ നോക്കി 51,872 എന്നത് 51,645 200 ചില്ലാനം പോയിന്റ് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറുന്നുണ്ട്. ഇവിടെ CPRൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്തിട്ട് മേളിലോട്ട് കയറി. നല്ല രീതിയിൽ നോക്കി ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും അതിന് ടൈം എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. CPR സ്ട്രാറ്റജിയിൽ RSI വർക്കാകുന്നു. RSI വർക്കാണോ എന്ന് ചോദിച്ചാൽ RSI വർക്കാകും. പക്ഷേ എങ്കിൽ അതിനകത്ത് ഞാൻ നോർമൽ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഓവർ സോൾഡ് പൊസിഷനും ഓവർബോട്ട് പൊസിഷനും മാത്രം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എല്ലാം 5 മിനിറ്റ് ഇൻട്രാഡേക്ക് വെച്ച് നോക്കുമ്പോൾ ഞാനെല്ലാം 5 മിനിറ്റാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ വരുന്ന ന്യൂസ്, പ്രൊഡിക്ഷൻസ് എന്നിവ സ്റ്റോക്കിൻ്റെ വിലയെ പെട്ടെന്ന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. CPR സ്ട്രാറ്റജി ഉപയോഗിക്കും. അത്തരം സ്റ്റോക്കുകൾ പിടിതരാതെ ലെവൽ കട്ട് ചെയ്ത് പോകാറുണ്ട്. നോർമൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ന്യൂസ് ചാനൽ എപ്പോഴും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ
അതുപോലെ തലേദിവസം നമ്മൾ എടുക്കുന്ന ഷെയർ ആണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ന്യൂസ് ഓപ്പണിംഗ് മോർണിംഗിൽ ന്യൂസിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനത് അവോയ്ഡ് ചെയ്യും. ന്യൂസ് നോക്കിയിട്ട് ചെയ്യാം. ന്യൂസ് നോക്കി ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് ചാൻസ് ഒക്കെ കിട്ടും. പക്ഷെങ്കിൽ ആ ഷെയർ നമ്മൾ ഇപ്പോൾ ഒരു ഷെയറിനകത്ത് നല്ലൊരു ന്യൂസ് വരുവാണ്. ന്യൂസ് വരുമ്പം ഷെയർ വന്നിട്ട് ഹൈയിലാണെങ്കിൽ അതിനകത്ത് സെല്ലിങ് വരാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ആൾക്കാരെല്ലാം പോയി ബൈ ചെയ്യാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ കണ്ടിന്യൂസ് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും. നല്ലൊരു ന്യൂസ് വരും. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു നല്ല ഓർഡർ കിട്ടി, നമ്മൾ നോക്കുമ്പോൾ ഷെയർ 6-7% പ്ലസിലോട്ടാണ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ അവിടുന്ന് 1-2% മുകളിലോട്ട് കയറി പോകും. അപ്പോൾ സാധാരണക്കാർ പോയി അത് ബൈ ചെയ്യും. ആ ഷെയർ നേരെ കുത്തനെ ഇടിഞ്ഞ് താഴോട്ട് പോകും. പക്ഷെ അതിന് ശേഷം 1-2 ദിവസങ്ങളിൽ വീണ്ടും തിരിച്ചു കയറും. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ആൾക്കാർക്ക് അത് ലോസ് കൊടുക്കുക, ഷെയർ ബൈ ചെയ്യുന്നവർക്ക്. മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ചില സ്റ്റോക്കുകളുടെ ക്യാൻഡിൽ ആദ്യത്തെ 5 മിനിറ്റിന് തന്നെ 6 കട്ടി താഴെ വരും. പക്ഷെ അത് ടൈം കഴിയുമ്പോൾ തന്നെ തിരിച്ച് കാര്യമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ചെറിയ ക്രിയേറ്റ് ചെയ്ത് കാര്യം സെറ്റ് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്? അതിനകത്ത് സിമ്പിൾ. ഇപ്പം എന്തായാലും ഫസ്റ്റ് ക്യാൻഡിലെ തന്നെ ഇപ്പം ഹൈ R1 മുകളിൽ പോയതിന് ശേഷം R1 താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ അന്നേരം ഒരു ഹൈ അടിച്ചിട്ടുണ്ടല്ലോ, ആ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇട്ടേക്കണം, അത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് മൂവ്മെന്റിൽ എടുക്കുന്നവര് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക, അത്രയേ ഉള്ളൂ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വെച്ചോണ്ടിരിക്കരുത്. നമുക്കറിയത്തില്ല, ഓപ്പണിങ്ങിൽ ഹെവി മൂവ്മെന്റ് ആയിരിക്കും മിക്കവാറും ഷെയറിനകത്തല്ല. എന്നാലും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷെയർസിനകത്ത് എന്തായാലും ഒരു 5-6 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. അങ്ങനെയുള്ള നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റോപ്പ് ലോസ് ഇട്ട് അടിച്ചാൽ പൊക്കോട്ടെ, ആ ഒരു പ്രാവശ്യം പോട്ടെ. പക്ഷേങ്കിൽ അത് സെറ്റായി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമുക്ക് നല്ല ചാൻസ് വരും. അപ്പം നമുക്ക് നല്ല രീതിയിൽ എൻട്രി എടുത്തിട്ട് നമുക്ക് വീണ്ടും ആ ലോസും കവർ ചെയ്ത് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പലപ്പോഴും ഗ്രൂപ്പിലെല്ലാം പറയാറുണ്ട്, എനിക്ക് ചില ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ലാതെ അവിടെ ഇച്ചിരി വീണ്ടും കയറി ഉടനെ വീണ്ടും സെല്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്. അടുത്ത ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യും. ഞാനത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷെയർ ഏതായിരുന്നു, ഹോം ഫസ്റ്റ്, വന്നിട്ട് നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നെറ്റ് നല്ല സ്ലോ ആണ്. ഓപ്പണിങ്ങിൽ തന്നെ ഫ്ലാറ്റ് ആയിട്ട് അടിച്ച് ഇത് ഇവിടെ വരുമ്പോൾ ഇവിടാണ് നമുക്കൊരു എൻട്രി കിട്ടുന്നത്. ഇവിടെ ഒരു എൻട്രി കിട്ടിയാൽ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കും. 1191 എൻട്രി എടുത്താൽ നമുക്കത് ഒറ്റ 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് 1173.55. അത് പക്ഷേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഞാനിവിടെ 2 പ്രാവശ്യം എൻട്രി എടുത്ത് ബുക്ക് ചെയ്തു. പക്ഷേങ്കിൽ ഇത് കണ്ടില്ല, ഈ 2 ക്യാൻഡിലെ ഹൈ സെയിം ആണ്. അത് അടിച്ചു ഇത്രയും താഴെ നിന്ന് അടിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത ലെവലിൽ പോയിട്ട് വരാനൊരു ചാൻസ് ഉണ്ട്. അത് അടുത്ത ലെവലിലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും വന്നിട്ട് സെല്ലിങ് കാണിച്ചു. നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമ്മൾ ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വരും. ഇവിടെ നമ്മൾ എത്രയാണ്, ഇവിടെ ഒരു പ്രോഫിറ്റ് വരുന്നുണ്ട്, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷെങ്കിൽ ഇവിടെ ഈ ലെവലിന് താഴോട്ട് വന്നു. നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് താഴെ 1216 എന്നത് 1208, 6-7 രൂപ നോർമൽ. ഞാനാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യത്തില്ല. അത്രയും വലിയ ഷെയറിനകത്ത് നമ്മളൊരു 10 രൂപയെങ്കിലും പ്രതീക്ഷിക്കും. പക്ഷേ അത് ഇട്ടുവാണെങ്കിൽ എൻ്റെ ഈ സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ പോയിട്ട് വരികയാണെങ്കിൽ നമ്മളൊരു ചാൻസ്. ഇത് കണ്ടില്ല, ഇവിടെ അടുത്ത ലെവലിൽ പോയി നമ്മൾ തിരിച്ചിവിടെ താഴെ കഴിയുമ്പോൾ നമ്മൾ ചാൻസ് 1248 എന്നത് 1247, 20 രൂപ പ്രോഫിറ്റ് വന്നു. ഇവിടെ ഒരു 7-8 രൂപയാണെന്ന് തോന്നുന്നു പോയത്. അതിന് നമുക്കിവിടെ 20 രൂപ പ്രോഫിറ്റ്. നമുക്കിവിടെ ഒരു 15-16 രൂപ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. 2 ക്യാൻഡിലെ തന്നെ കിട്ടാൻ. നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ടതും വരുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീണ്ടും ഇത് ഹൈ അടിക്കും. വീണ്ടും ഹൈ അല്ല, വീണ്ടും ഇതിൻ്റെ മുകളിൽ പോയി തിരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പക്ഷേ നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുത്താൽ, നമ്മൾ ഈ ഒരു റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് പോകും. ഇവിടെ 48-49 റേഞ്ച് എടുത്താൽ 59 സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷെങ്കിൽ 59 സ്റ്റോപ്പ് ലോസ് പോയാൽ ഓക്കെ, പോട്ടെ. ഇവിടെ ഒരു പുതിയ ഹൈ അടിച്ചിട്ട് ഈ ഷെയർ വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ ഉറപ്പായിട്ടും ട്രേഡ് എടുക്കണം.
നമുക്ക് 1248 ഒരു എൻട്രി എടുത്തു. നമ്മളെ ഇത്രയും ഹൈ ആണ് പോകുന്നത്. ഇത്രയും ഹൈ വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. പക്ഷേങ്കിൽ അതിന് ശേഷം ആ ഷെയർ പോയിട്ടില്ല ഹൈ. പിന്നെ തിരിച്ച് കയറി വരുന്നുണ്ട്, പക്ഷേങ്കിൽ പോകുന്നില്ല. പക്ഷേ ഈ ഒരു മൂവ്മെന്റിൽ ആൾക്കാർ പേടിച്ചു പോകും. ആൾക്കാർ വന്നിട്ട് ചിലപ്പോൾ ഈ റേഞ്ചിൽ തന്നെ കട്ട് ചെയ്തിടും. ഈ മൂവ്മെന്റ് നമ്മുടെ മനസ്സിലിരിക്കും, ഓരോ പ്രാവശ്യം ഹൈ അടിച്ചടിച്ച് വരുന്നെന്നുള്ളൊരു ഇത് മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ ആൾക്കാർ പേടിച്ച് കിട്ടും. പക്ഷേ അവിടുന്ന് ആ ഷെയർ അടിച്ചിട്ട് 1247 എന്നത് 1192 വരെ വന്നു. അതായത് 55-56 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആണ്. ഇവിടെ എത്ര, ഒന്നോ രണ്ടോ, ഇവിടെ ഒരു 2 സ്റ്റോപ്പ് ലോസ് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ 2 പ്രോഫിറ്റ് നല്ല രീതിയിൽ തരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ 2 സ്റ്റോപ്പ് ലോസ് പോകുന്നുണ്ട്, ഒരു 7 രൂപയുടെ 10 രൂപയുടെ. ഓക്കെ, ഒന്നിനകത്ത് വലിയ സ്റ്റോപ്പ് ലോസ്, അപ്പോൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. അപ്പോൾ നമ്മൾ ഈ എൻട്രിയിൽ ഇത് മൊത്തം കവർ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഈ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആ സമയത്ത് കാണത്തില്ല. ഇവിടുത്തെ ഈ മൂവ്മെന്റ് കണ്ടുകൊണ്ട് നമ്മൾ ഇന്നിനിയും കണക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നോക്കി ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം ഞാനാണെങ്കിൽ ചെയ്യും. ഈ റേഞ്ചിൽ എവിടെല്ലാം ചാൻസ് കിട്ടുന്ന അവിടെ എല്ലാം ഞാൻ ട്രേഡ് എടുക്കും. എനിക്ക് അറിയാം എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നറിയാം, നല്ല ഷെയർ ആണെങ്കിൽ. അത് തന്നെയല്ല, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു ഷെയറിനകത്ത് മൂവ്മെന്റ്, കല്യാൺ ജ്വല്ലറി അത് നല്ലൊരു പ്രോഫിറ്റ് താഴെ തന്നതിന് ശേഷം തിരിച്ച് കയറി ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത ലെവലെ മാത്രം ശ്രദ്ധിക്കുക. നോക്കട്ടെ, കല്യാൺ ജ്വല്ലറി ഓപ്പണിംഗ് ശ്രദ്ധിച്ചോണം. ഇതാ ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓപ്പണിംഗ് ക്യാൻഡിൽ കണ്ടില്ലേ, അത് R1 R2 അടിച്ചിട്ട് ഇറങ്ങി. ഈ സമയത്ത് ഞാൻ എൻട്രി എടുത്തു 711 എങ്ങാണ്ട്, 12.5 എങ്ങാണ്ട് ഒരു 500 ഷെയർ എടുത്തു. അത് നേരെ 706 പോയി ഞാൻ കവർ ചെയ്തു. അതിനുശേഷം ഇത് ഈ ലെവലും കട്ട് ചെയ്ത് തിരിച്ച് കയറിയപ്പോൾ നോർമൽ ഞാനിവിടെ ഒരു കൺഫേം ട്രെൻഡാണ് എടുക്കുന്നത്. അവിടെ വന്നപ്പോൾ ഞാൻ 1000 ഷെയർ അടിച്ചു. 1000 ഷെയർ ക്വാണ്ടിറ്റി അടിച്ച് താഴെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അടുത്ത ലെവലിൽ സപ്പോർട്ട്, ഈ പ്രീവിയസ് ഡേ ലോയുടെ അടുത്ത് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നിലേ ബുക്ക് ചെയ്തു. 1000 ഷെയർ ആയതുകൊണ്ട് 3-4 രൂപ എങ്ങാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത് മാറി. പക്ഷേങ്കിൽ ഇതിവിടെ സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഒറ്റ കയറ്റം മുകളിലോട്ട് കയറിയപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പം ഇവിടെ എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക്, ഇപ്പോൾ 715 നമ്മൾ അടിച്ച ആൾ 694 വന്ന് ഈസി ആയിട്ട് ബുക്ക് ചെയ്യും, നല്ല പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോയി താഴോട്ട് ഇറങ്ങുന്നില്ല, അടുത്ത ലെവലിൽ പോയി താഴോട്ട് ഇറങ്ങുന്നില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 735 എൻട്രി എടുത്താൽ നമുക്ക് 728 ഇപ്പം എൻ്റെ ഒരു കേസിലാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു 735 രൂപ എൻട്രി എടുത്ത് ഇത്രയും ഹൈയിൽ വന്നുകൊണ്ട് ഞാൻ ഈ 7-8 രൂപയ്ക്ക് ചിലപ്പോൾ കവർ ചെയ്യത്തില്ല. ഞാൻ കവർ ചെയ്ത് വെച്ചോണ്ടിരിക്കും. എൻ്റെ ഈ സ്റ്റോപ്പ് ലോസ് പോകും. എൻ്റെ ഈ റേഞ്ചിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയാലും എനിക്ക് വിഷയമില്ല. ഞാൻ വെയിറ്റ് ചെയ്യും സാധനത്തിന്. അത് അടുത്ത ലെവലിൽ പോയാൽ നോക്കും, പോകുന്നില്ല. ആ റേഞ്ചിൽ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്. തിരിച്ച് വന്ന് എൻ്റെ ഈ റേഞ്ച് കട്ട് ചെയ്താൽ ഞാൻ വീണ്ടും എൻട്രി എടുക്കും. വീണ്ടും 736 പഴയ ലെവൽ തന്നെ കട്ട് ചെയ്തു. ഇവിടെ 736 എടുക്കും. ഞാൻ ഈ 750 കൂടെ, ഇവിടെ 749 സംതിങ് ഇത് ഹൈ അടിച്ചേക്കുന്നത്. ഞാനപ്പോൾ ഈ ലെവലിന് മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഇടും. ഈ മുകളിലത്തെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്യും. ഇത് ഈ ഒരു മൂവ്മെന്റ് കിട്ടുവാണെങ്കിൽ ഇതിന്റെ ആവറേജും കുറെ താഴെ ആയിരിക്കും. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ആവറേജ് ട്രേഡ് പ്രൈസിലെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എൻട്രി എടുത്താൽ തീർച്ചയായിട്ടും ആ റേഞ്ച് വെയിറ്റ് ചെയ്യും. ഈ ഒരു മൂവ്മെന്റ് ഒന്നും എന്നെ ബാധിക്കത്തില്ല. ഞാനത് കണ്ടാൽ നമ്മള് മാർക്കറ്റിൽ സ്ഥിരം നമ്മൾ ഇരിക്കുന്നതായതുകൊണ്ട് നമുക്കിതൊന്നും അത്ര പേടിയൊന്നുമില്ല. ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ കൂളായിട്ടിരിക്കും. ഇവിടുന്ന് എന്തായാലും ഞാൻ 10-15 ചിലപ്പോൾ 20 രൂപയോ ചിലപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരിക്കും ഈ റേഞ്ചിൽ നിന്ന്. അതുപോലെ വെയിറ്റ് ചെയ്യുന്നതിന് പറ്റും. കാരണം അത് ഇവിടെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലുള്ള മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ റേഞ്ച് വെയിറ്റ് ചെയ്തിട്ട് അഥവാ ലോസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കവർ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യും. ഈസിയായിട്ട് എനിക്കത് കവർ ചെയ്യാനും പറ്റും. ഈ ഷെയർ നാളെ നിങ്ങൾ നോക്കിക്കോ. നാളെ ഈ ഷെയർ ഈ ഹൈ അടിച്ചിട്ട് ഹൈ അടിക്കാൻ ചാൻസ് കുറവ്. ആവറേജ് എല്ലാം കാണാൻ വന്നിട്ട് ഇറങ്ങുമായിരിക്കും ചെയ്യുന്നത്. അടിച്ചാൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയി ഷെയർ. ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഒരു ഷെയർ R2 പോയി തിരിച്ച് വന്ന് R2 R1 സെൻട്രൽ ആണ് VWAP. അപ്പോൾ അതിൽ ട്രേഡായി മേലോട്ട് പോകാൻ ആണോ ചാൻസ്? ഇവ കട്ട് ചെയ്ത് ഈ R1നും R2നും ഇടയ്ക്ക് ഒരു ഈ ആവറേജ് ട്രേഡ് പ്രൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ R2ന് മുകളിൽ പോയതിനു ശേഷം തിരിച്ച് താഴോട്ട് ഇറങ്ങും. പക്ഷേ R1ൻ്റെ ഇടയ്ക്കാണ്, R2ൻ്റെ ഇടയ്ക്ക് ആവറേജ് എങ്കിൽ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ തട്ടിയിട്ട് ചിലപ്പോൾ തിരിച്ച് കയറാനൊരു ചാൻസ് ഉണ്ട്. അതല്ല, R1ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിത് കയറി ആവറേജ് ട്രേഡ് പ്രൈസ് വരുമ്പോൾ ഞാൻ ക്വാണ്ടിറ്റി അടിച്ച് ട്രേഡ് എടുക്കും. അവിടെ ഞാൻ സ്ഥിരം അത് പറയാറുള്ളതാണ്. അത് ഒരു 100ൽ ഒരു 95% സക്സസ് ആണെന്ന് ഞാൻ പറയും ആ ഒരു ട്രേഡ്. അതുപോലെ R1 കട്ട് ചെയ്തിട്ട് താഴെ പോയ ഷെയർ തിരിച്ച് വീണ്ടും കയറി R1 പോയതിന് ശേഷം R1ന് മുകളിൽ പോയി ഹൈ അടിച്ചതിന് ശേഷം R2 പോകാതെ തിരിച്ച് വീണ്ടും R1ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് എടുക്കും. പക്ഷേ ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ രണ്ട് ട്രേഡും 90+% പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉള്ളൊരു ട്രേഡാണ് ആ രണ്ട് ടൈപ്പ് ട്രേഡും. ഇത് ഒരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചില ഷെയറുകൾ നമ്മൾ CPR ലെവലിന് അടുത്ത് വന്നിട്ട് R1 R2 R3 ഏതെങ്കിലും ഒരു ലെവലിൻ്റെ അടുത്ത് കുറേ നേരം ട്രേഡ് ആയിട്ട് അത് പെട്ടെന്ന് മേളിലോട്ടോ താഴോട്ടോ പോകാറുണ്ട് ചില ഷെയറുകൾ. അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന്? അത് ആ ഷെയർ അതിൻ്റെ മൂവ്മെന്റ് കാണുമ്പോൾ അറിയാമല്ലോ, അതൊരു റേഞ്ചിൽ കിടന്ന് കളിക്കുക എന്നുള്ളത്. ആ റേഞ്ചിനുള്ളിൽ നിന്ന് അത് ബ്രേക്ക് ആയാൽ കയറിപ്പോവും. മുകളിലോട്ടാ ബ്രേക്ക് ആയെങ്കിൽ മുകളിലോട്ട് കയറിപ്പോവും. ആ റേഞ്ചിൻ്റെ ലോയിൽ കൊണ്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇടും. അതുപോലെ ഒരു റേഞ്ച് ട്രേഡിങ്ങിനായിട്ട് ഒരു സ്ട്രീറ്റ് ലൈൻ, ഏകദേശം ഒരു സ്ട്രീറ്റ് ലൈൻ പോലെ, അതുപോലെ സൈഡ് വേസ് മൂവ്മെന്റ് കാണിച്ചിട്ട് പെട്ടെന്ന് താഴോട്ടാണ് കട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ, വോളിയത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇതുണ്ടല്ലോ എന്ന് പറയുന്നത്, ഒരു റേഞ്ച് ആയിരിക്കുമല്ലോ. ഇപ്പം 100, 105 റേഞ്ച് ചെയ്യുന്ന ആ ഷെയർ കളിച്ചിട്ട് പെട്ടെന്ന് 100 കട്ട് ചെയ്ത് വോളിയത്തോട് താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ അവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് എടുത്തിട്ട് ആ റേഞ്ചിന്റെ മുകളിൽ, അതുവരെയുള്ള റേഞ്ചിന്റെ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പല കാണിച്ചിട്ടായിരിക്കും ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രയാസം, ഇപ്പോൾ ഇത് പ്രോബ്ലങ്ങളുണ്ട്. അതിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വോളിയം എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചോദ്യത്തിൽ ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിനുള്ളിൽ തന്നെ ഇതെല്ലാം നടക്കുന്നുണ്ട്, ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും? എവിടെയാണ് സ്റ്റോപ്പ്? നേരത്തെ പറഞ്ഞത് തന്നെ സെയിം. ആ സമയത്തുള്ള ഹൈ നമ്മൾ ട്രേഡ് ഇപ്പം എപ്പോൾ എടുത്തെന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ഹൈ അടിച്ചിട്ടുണ്ടല്ലോ, ആ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ഞാൻ ഈ ക്യാൻഡിൽ നോക്കാറില്ല. ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, ക്യാൻഡിലിന് വിക്ക് എവിടെ പോയി, മുകളിൽ വിൽക്കുണ്ടോ താഴെ വിൽക്കുണ്ടോ, റെഡ് ആണോ ബ്ലൂ ആണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ CPRന്റെ ലെവല് മാത്രം, ഞാൻ എക്സൽ ഷീറ്റിൽ ഇപ്പം നമ്മൾ സ്ഥിരം കാണിക്കുന്നത്, ഞാൻ നോർമൽ ചെയ്യുന്ന ഈ CPR ലെവലിൽ എടുത്തേക്കുന്ന ഷെയറുകളിൽ മാത്രമായിരിക്കും. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ ഈ CPRന്റെ ഈ ലെവലിലായിരിക്കും ഈ ലെവലുകൾ മൊത്തം ഞാനിങ്ങനെ നോക്കി വെച്ചേക്കും. എനിക്ക് ബയോഫിൽക്കം 16%, ഇപ്പോൾ 79.45 ഈ ഷെയർ ഓപ്പണിങ്ങിൽ 82.30 പോയി. ആദ്യത്തെ ക്യാൻഡിൽ തന്നെ 82.60 അല്ലെ 83 അടിച്ചു. തിരിച്ചിറങ്ങി വന്ന് ഈ 82.30 താഴെ ഞാൻ തീർച്ചയായിട്ടും അവിടെ എൻട്രി എടുക്കും. അത് ക്യാൻഡിലൊന്നും ഞാൻ നോക്കത്തില്ല. അന്നേരം ഇപ്പം 83.30 എൻ്റെ ഹൈ അടിച്ചേക്കുക. 82.30 താഴെ എൻട്രി എടുത്തു. എനിക്ക് ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഞാൻ അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു. ചിലപ്പോൾ ആ ഒരു ക്യാൻഡിൽ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. പൊക്കോട്ടെ, നമുക്ക് വിഷയമല്ല. നമ്മൾ അടുത്ത ചാൻസ് നോക്കിയിരിക്കും. തിരിച്ച് ആ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷമാണെങ്കിൽ പോലും തിരിച്ച് വീണ്ടും ഈ റേഞ്ചിന് താഴെ പോയാൽ ഞാൻ ക്വാണ്ടിറ്റി അടിച്ച് ട്രേഡ് എടുക്കും. നല്ല രീതിയിൽ ക്വാണ്ടിറ്റി അടിച്ച് ട്രേഡ് എടുക്കും. ഇപ്പോൾ 82 ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ 2000 ഷെയർ ക്വാണ്ടിറ്റി അടിക്കും. അതിനകത്ത് ആദ്യത്തെ ചാൻസ് ചിലപ്പോൾ 500 ആയിരിക്കും അടിക്കുന്നത്. അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. നമുക്ക് ക്യാൻഡിൽ വിഷയമല്ല, ഈ ലെവലുകളാണ് വിഷയം. R1, R2, R3, R4 അല്ലെങ്കിൽ ഈ ഹൈ, അതായത് ഹൈ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ആവുന്ന നോക്കും.
അപ്പം then ഇതുപോലുള്ള ഷെയറിനകത്താണെങ്കിൽ ഈ ഹൈ അടിക്കാതെ വരുന്ന ഷെയറിനകത്താണെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ നിൽക്കുന്നു മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ ചെയ്യത്തുള്ളൂ. ഞാൻ അതിന് താഴെ ഏകദേശം അടുത്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ ചെയ്യാറില്ല. ഈ ആവറേജിന് മുകളിലെങ്കിലും പോയിട്ട് ഇറങ്ങുന്ന ഷെയറാണ് ഈ ആവറേജ് വെച്ചും ചെയ്യും ട്രേഡ്. സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും എപ്പോഴും വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചിലപ്പോൾ ചില ഷെയറിൽ 10 ലക്ഷത്തിൻ്റെ ബയർ കാണും, സെല്ലർ വന്നിട്ട് 50,000 കാണും, പക്ഷേ ഷെയർ താഴോട്ടാണ് പോകുന്നത്. ഷെയർ താഴോട്ട് പോകുമ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പറേറ്റർമാർ നമ്മളെ കളിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അന്നേരം അതിൻ്റെ അനുസരിച്ചിട്ട് എടുക്കുക. ബയർ കൂടുതലായിട്ട് കയറി പോവാണെങ്കിൽ ഓക്കെ, അതിനകത്ത് നമുക്ക് ബൈ ചെയ്യാം. ബയർ കൂടുതലായിട്ട് സെല്ലിംഗ് ആണ് വരുന്നത്, ഷെയർ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും സാധാരണ നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും താഴോട്ടായിരിക്കും മൂവ്മെന്റ് വരുന്നത്. പക്ഷെ അതിനകത്ത് ഇടയ്ക്ക് ചേഞ്ചസ് വരും. ചിലപ്പോൾ സെല്ലർ കാണിച്ചിട്ട് ആ ബയർ കൂടുതൽ കാണിച്ച ഷെയർ താഴോട്ട് പോകുമ്പം കുറെ കഴിയുമ്പോൾ കാണാം സെല്ലർ കൂടുതൽ കാണിച്ചിട്ട് മുകളിലോട്ട് കയറി പോകുന്നത്. ചിലപ്പോൾ കാണാം സെല്ലർ കാണിച്ചിട്ട് കറക്റ്റ് സെല്ലിങ്ങിന്റെ റേഞ്ചിലോട്ട് തന്നെ പോകുന്നത്. അങ്ങനെയൊക്കെ പല മൂവ്മെന്റ് കാണിക്കും ആ ഷെയർ. അല്ലാതെ അങ്ങനെ നമുക്ക് സാധാരണ ഒരു ട്രേഡേഴ്സിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കത്തില്ല ഓപ്പറേറ്റർ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വോളിയം അനാലിസിസ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോർമൽ ഒരു ഷെയറിനകത്ത് ഏത് ഷെയറിനകത്താണെങ്കിൽ നോർമൽ ഒരു ഡെയിലി നടക്കുന്ന ഒരു വോളിയം കാണും. 1 ലക്ഷം പല ഷെയറിനകത്ത് പല റേഞ്ചിലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷെയറിനകത്തൊരു 1 ലക്ഷം അല്ലെങ്കിൽ 90,000, 1,10,000 അങ്ങനെയൊക്കെ ഡെയിലി വോളിയം നടക്കും. പക്ഷെ പെട്ടെന്ന് അതിനകത്ത് ഒരു ഹെവി വോളിയം 5 ലക്ഷം 10 ലക്ഷം വന്നിട്ട് ഷെയർ മുകളിലോട്ട് കയറിയാൽ ആ ഷെയറിനകത്ത് എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് കയറ്റമായിരിക്കാം, ഓപ്പറേറ്റർ അത് ഷെയർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ അത് താഴോട്ട് പോകണമെങ്കിൽ അത് സെല്ലിങ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ പറ്റും. പിന്നെ നോർമൽ ഒരു ഷെയർ ആവറേജ് ട്രേഡ് ATP, അത് വിവാപ്പിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് സ്ട്രോങ് ആണ്. അതുപോലെ വിവാപ്പിന് താഴെ പോയാൽ അത് വീക്കാണ്. ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ വിവാപ്പിന് മുകളിൽ വോളിയത്തോടെ കയറുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഇത് ചെയ്യാൻ പറ്റും. ആ ഷെയറിനകത്ത് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചാർട്ട് എടുക്കണമെങ്കിൽ ഈ കാണുന്ന വോളിയമാണ്. ഇവിടെ സെല്ലിങ്ങിന് റെഡ് കളർ കാണിക്കും, ബൈയിങ്ങിന് ബ്ലൂ കളർ കാണിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വോളിയം കാണിക്കും. നമുക്ക് ഇപ്പോൾ ഒരു ഷെയറിൻ്റെ നോർമൽ ഒരു ഷെയറിനകത്തുള്ള വോളിയം നമ്മൾ NSE സൈറ്റിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോവാ. NSE സൈറ്റിൽ പോയി നമുക്ക് വേണ്ടി ഷെയറിൻ്റെ ചെക്ക് ചെയ്യാൻ നോർമൽ വോളിയത്തിൽ നിന്ന് ഹെവി വോളിയം ആണോ കയറുന്നത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ചൊരു സെക്യൂരിറ്റീസ് എബോ 20 TBZ ഇതിനകത്ത് ഈ 96 ലാക്സിൻ്റെ വോളിയം വെള്ളിയാഴ്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്ത് നോക്കുക, നമുക്കറിയാം അതിനകത്ത് നോർമൽ നടക്കുന്ന വോളിയം എത്രയാണ്. ഇത് കണ്ടില്ലേ, നോർമൽ 96 ഇന്നലെ നടന്നതാണ്. അതിന് മുന്നേ 15, 14, 34, 71. നോർമലിൻ്റെ വോളിയം കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്. നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹെവി വോളിയത്തിൽ ഷെയർ മൂവ്മെൻറ്റ് മുകളിലോട്ടാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടും, താഴോട്ടാണെങ്കിൽ താഴോട്ടേ ആയിരിക്കും. പിന്നെ വോളിയം പ്രൊഫൈൽ വെച്ചൊക്കെയും ചെയ്യാൻ പറ്റും. വോളിയം പ്രൊഫൈൽ വെച്ച് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ സ്ട്രെങ്ത് കാണിക്കുന്ന എവിടെയാണെന്നും വീക്ക്നെസ് കാണിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നല്ലൊരു ഷെയറിനകത്ത് ഇപ്പം ഈ ഒരു ഷെയറിനകത്ത് നമ്മളിപ്പോൾ ഒരു വോളിയം പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ലോ ആണല്ലോ, ഈ ഒരു ലോയിൽ നിന്ന് ഇത്രയും മൂവ്മെൻറ്റ് അപ്പ് ട്രെൻഡ് മൂവ്മെൻറ്റിൽ ആ ഷെയർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെ നല്ല വോളിയം നടന്നിട്ട് കയറിയിട്ടുള്ളതാണ്.
ഇതിൻ്റെ ഈ ബേസിൻ്റെ ഇവിടെയാണ് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു റെഡ് കളറാണ്. ഇതിൻ്റെ മുകളിൽ സ്ട്രെങ്ത് കാണിക്കും, ഇതിൻ്റെ താഴെ ഇത് കാണിക്കും, വന്നിട്ട് വീക്ക്നെസ് കാണിക്കും, നോർമൽ. അതിൻ്റെ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഒരു മെയിൻ മൂവ്മെൻറ്റ് നടത്തിയത്. ആ മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും കാണിക്കുന്ന വോളിയം പ്രൊഫൈലാണ് ഇത്. ഇതിന് താഴോട്ടാണ് വീക്കാവും. പിന്നെ ഇവിടെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഹൈ എന്ന് ഇവിടെ ഇത്രയും മൂവ്മെൻ്റാണ്, ഹെവി മൂവ്മെൻറ്റ് നടത്തുക. അപ്പോൾ അത്ര ഇടയിൽ ഏറ്റവും നല്ല ഈ ഒരു ഹൈന്ന് ഈ ഒരു മൂവ്മെൻറ്റിൽ എവിടെയാണ് സ്ട്രെങ്ത്? ഈ ലൈനാണ് സ്ട്രെങ്ത്. ഇതിന് മുകളിൽ സ്ട്രെങ്ത് ആയിട്ടിരിക്കും, അതിന് താഴെ ആ ഷെയർ വീക്ക്നെസ് കാണിക്കും. ഓക്കെ, അത്ര അങ്ങനെയൊക്കെ കാര്യങ്ങൾ പല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം മാർക്കറ്റ് ഡെപ്ത് കാണിക്കുന്ന ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി കാണിക്കുമെന്ന് പറഞ്ഞില്ല നേരത്തെ. പക്ഷേ നോർമൽ ഹെവി നിഫ്റ്റി 50 ഷെയറിനകത്തൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതി കാണിക്കും. ബയർ കൂടുതലാണ്, ബയറിൽ തന്നെ കാണിക്കും. പക്ഷേങ്കിൽ ഓപ്പറേറ്റർ നല്ലതായിട്ടുള്ള ഷെയറിനകത്തൊക്കെയാണ് ഓപ്പോസിറ്റ്. കൂടുതലത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഷെയർസിനകത്താണ് കൂടുതൽ അങ്ങനെ വരാറുള്ളത്. ഇതിനകത്ത് അനീഷ് പറഞ്ഞ ഈ മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത്, അതെല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന രീതിയിലുള്ള. എന്നാലും ചില ഷെയർ യൂസിൻ്റെ അടുത്ത് അടിക്കാതെ താഴെ വരുന്ന കാണാം. അതിൽ നമുക്ക് ചെറിയ റിസ്ക് എടുത്ത് എൻട്രി എടുക്കാം. അങ്ങനെയുള്ള ഇപ്പോൾ നോർമൽ 15% മുകളിലുള്ള ഷെയറിൽ അതിൻ്റെ 15% മുകളിൽ നിൽക്കുന്ന ഷെയർ ട്രേഡ് എടുക്കാതിരിക്കുക. പക്ഷേങ്കിൽ ഇപ്പോൾ യുടെ അടുത്ത് വരുമ്പോൾ ഇപ്പോൾ 120 ഒരു അപ്പർ സർക്യൂട്ട് 119 വരെ വന്നിട്ട് അത് 115 താഴോട്ട് പോയെങ്കിൽ ആ റേഞ്ചിലെങ്ങാനും R3 R4 ലെവലൊക്കെ ഉള്ളതാണെങ്കിൽ ആ ലെവലിൽ താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. പക്ഷേങ്കിൽ ഹൈയുടെ മുകളിലല്ല സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. നമുക്കൊരു റേഞ്ച് ഇപ്പം 120 അപ്പർ സർക്യൂട്ട് 115 താഴെ ഷെയർ പോയി, അതൊരു R4 താഴോട്ടാണ് പോയതെങ്കിൽ നമ്മൾ 119 ഹൈയുടെ മുകളിലോട്ട് ഇടരുത്. ചിലപ്പോൾ അത് സ്റ്റോക്ക് വന്നിട്ട് ഹെവി ഓപ്പറേറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇട്ടാൽ പോലും ചിലപ്പോൾ ട്രിഗർ ആകത്തില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്ന അതിനകത്ത് നമ്മൾ ഹൈ വെച്ചൊന്നും നോക്കരുത്. നമുക്ക് ഒരു റീസണബിൾ ഇപ്പോൾ ഒരു 116 17 ഇപ്പോൾ 115 താഴെ ഒരു എൻട്രി എടുത്താൽ 117 മുകളിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അത് ഹൈയുടെ മുകളിൽ ഇടണമെന്നില്ല. നമ്മൾ റിസ്ക് എടുക്കരുത് അവിടെ. സെയിം എൻട്രി എടുക്കാൻ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആകാൻ വെയിറ്റ് ചെയ്യണോ? ഒന്നും വേണ്ട. ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഷെയർ CPR ലെവൽ കട്ട് ചെയ്ത് ഒത്തിരി അങ്ങ് താഴെ പോകും. അപ്പോൾ നമ്മൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ പിന്നെ ഒരിത് നോക്കണം. എന്താണ് പറഞ്ഞത്? ലെവൽ കട്ട് ചെയ്യുന്ന സമയത്ത് ചാൻസ് എടുക്കുക. അത് ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടല്ലോ, പെട്ടെന്ന് ഹെവി മൂവ്മെൻറ്റ് താഴോട്ട് മുന്നോട്ട് വിട്ടണം. അങ്ങനെ പെട്ടെന്ന് എൻട്രി ചെയ്യരുത്. ഷെയറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ ഇപ്പോൾ നോക്കട്ടെ, ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമോന്ന്. ഇതൊക്കെ വൺ സൈഡ് മൂവ്മെൻറ്റാണ്. ഇവിടെ നോക്കി, ഈ ക്യാൻഡിൽ ഇപ്പം ഇത് കണ്ട് ബൈ ചെയ്യുന്നവർക്കാണ് ഈ ക്യാൻഡിൽ കട്ട് ചെയ്ത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനും വരെ വെയിറ്റ് ചെയ്ത് അതുകൊണ്ട് ഇത്രയും ഹൈയിൽ നമ്മൾ R1 കട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എൻട്രി എടുക്കേണ്ടവർക്കാണ് ഇവിടെ എടുക്കേണ്ടത് 25,066. നമ്മൾ അത് ക്ലോസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം 100 പോയിന്റ് മുകളിൽ പോയൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എടുക്കും. പക്ഷേ അത് ക്യാൻഡിൽ CPR ലെവൽ വെച്ച് നോക്കുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന വരെ എടുക്കരുത്. ഷെയറിനകത്താണെങ്കിൽ അതുപോലെ ചില ഷെയർ ഇപ്പോൾ ഈ ഷെയർ ഉണ്ട്, ഇങ്ങനെ മൂവ്മെൻറ്റ് ഇല്ലാതെ ഇങ്ങനെ നിന്നിട്ട് ഒരു റേഞ്ച് നിൽക്കുവാണ് ഈ സാധനം. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ഒരു ഹൈ, ഈ ഹൈയെ
അതുപോലെ ഈ ലോ സീപ്പൻ ലെവൽ, ഈ ലെവൽ താഴോട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് താഴോട്ട് വരും എന്ന് പറഞ്ഞാൽ അതൊരു റേഞ്ചിൽ നിന്നതിന് ശേഷം അത് ബ്രേക്ക് ആവണം. അപ്പോൾ വോളിയം കൂടെ കൂടുതലാണെങ്കിൽ അത് നല്ല രീതിക്ക് അതുപോലെ ആയിരിക്കും. അതുപോലെ ഈ റേഞ്ച് ഈ മഞ്ഞ ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുവാണെങ്കിൽ ഹെവി ആയിട്ട് മുകളിൽ കയറാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്യാൻഡിലിനെ CPR ചെയ്യുമ്പോൾ ക്യാൻഡിലിൻ്റെ അതൊരു ഇത് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വിക്ക് വരുന്നതോ അതിൻ്റെ ബോഡി വലുതാണോ, അങ്ങനെയൊക്കെ ബോഡി വലുതാണെന്നൊക്കെ നോക്കാം. അത് ഹെവി മൂവ്മെൻറ്റിനകത്തൊക്കെ ഉള്ളു. അല്ലാതെ നോർമൽ CPR ലെവൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ ബൗൺസ് ബാക്ക് കാണും. ആ ലെവലിൻ്റെ താഴെ കുറേ സ്റ്റോപ്പ് ലോസ് കാണും. ചില ദിവസം ചില ഷെയറിനകത്ത് നമ്മൾ കാണാം കണ്ടിന്യൂസ് ഒരു ഷെയർ 100 ഇപ്പം 101 രൂപ R1 ആണെങ്കിൽ 101.50 അടിച്ചിട്ട് പിന്നെ 101ൻ്റെ താഴോട്ട് പോകുമ്പോൾ നമ്മൾ നോർമൽ എൻട്രി എടുക്കും. അപ്പം വീണ്ടും തിരിച്ച് കയറി 101.60 അടിച്ചിട്ട് വീണ്ടും തിരിച്ച് 100 രൂപ താഴെ 101ന് താഴോട്ട് വരും, നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. പക്ഷെ വീണ്ടും പോയി 101.70 അടിച്ചിട്ട് വീണ്ടും വരും. അങ്ങനെ പല പ്രാവശ്യം ചെയ്യുന്നതാണ്. അത്രയും ഷെയർ നമ്മൾ മാറി നിൽക്കണം. R1 500, ഹൈ 510, എൻട്രി 500ൽ തന്നെ എടുക്കണോ അതോ ഒന്ന് കൺഫേം ആക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യാനെങ്കിൽ എത്ര വരെ? R1 500 510 ഹൈ അടിച്ചിട്ട് ഈ 500 വരുവാണെങ്കിൽ നമ്മൾ ഈ 500 ഇപ്പം 499 അടിച്ചിട്ട് തിരിച്ചിത് ഇതൊരു ബൗൺസ് ചെയ്യും. ഈ 500 അടിച്ചിട്ട് പെട്ടെന്ന് 500 ചിലപ്പോൾ താഴോട്ട് പോകത്തില്ല. ചിലപ്പോൾ 500 അടിച്ചിട്ട് ചിലപ്പോൾ 502, 503 ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇത് നിരങ്ങും. ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ നിന്നിട്ട് വീണ്ടും കുറേ കഴിയുമ്പോൾ തിരിച്ച് ഒറ്റയടിക്ക് 500 താഴോട്ട് പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിപ്പോൾ 510, 500 R1 ലെവലാണ്. 500 ലെവലിന് താഴെ പോയാൽ പെട്ടെന്ന് എൻട്രി എടുക്കത്തില്ല. ഈ ഒരു സാഹചര്യം ഇപ്പോൾ 503 ഒക്കെ അടിച്ചിട്ട് 500 താഴോട്ട് പോകണമെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻട്രി എടുക്കും. 510 ആയതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല. 2% മുകളിൽ നിന്നാണ് അത് താഴെ വന്നത്. അപ്പോൾ അവിടെ എടുക്കത്തില്ല. ഞാൻ നോക്കും തിരിച്ച് അതിൻ്റെ ഒരു സ്ട്രെങ്ത് മുകളിലോട്ട് കിട്ടുന്ന എത്ര ഉണ്ടെന്ന്. അത് ചിലപ്പോൾ 503, 504 ഒക്കെ വന്നിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി 500 താഴെ പോയി ഞാൻ എൻട്രി ചെയ്യും. ചിലപ്പോൾ 504 എൻട്രി ചെയ്യും. 504 ഇങ്ങനെ വീക്ക്നെസ് കാണിക്കുന്ന കണ്ടാൽ ഞാൻ അവിടെ എൻട്രി ചെയ്യും. ഇവിടെ ഇപ്പോൾ 500 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് 500 നമുക്ക് എൻട്രി കിട്ടത്തില്ല. 500, 499, 95 അടിക്കാൻ പറ്റത്തില്ല. പെട്ടെന്നായിരിക്കും ഒരു 490. ഇപ്പം 500 R1 ആണെങ്കിൽ നമുക്ക് 499, 98 എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ 495 താഴെ പോയി എൻട്രി എടുക്കരുത് ഒരിക്കലും. അറ്റ്ലീസ്റ്റ് ഒരു 498, 99 റേഞ്ചിലെങ്കിലും നമ്മൾ ചാൻസ് എടുക്കണം. അങ്ങനെയൊക്കെ തന്നെ അരുണും ഒക്കെ സംസാരിക്കുന്നത്. സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം വിട്ടേരെ. സ്റ്റോപ്പ് ലോസ് 2% ഇത് ഒന്നാണെന്ന് നമ്മളതൊരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ നോർമലി ഇടുന്നതേ ഉള്ളൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല. ചില സമയത്ത് മാത്രമേ അടിക്കത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് അടിക്കുമല്ലോ നമ്മൾ ഇത്രയുമേ ബുക്ക് ചെയ്യുക, അങ്ങനൊന്നുമില്ല. നമുക്ക് ഷെയറിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ച് ചിലപ്പോൾ 1%, ചിലപ്പോൾ 3-4% കിട്ടിയെന്നിരിക്കും ഒറ്റ ക്യാൻഡിലിൽ തന്നെ. നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് 2 പ്രോഫിറ്റ് 1 കിട്ടത്തുള്ളല്ലോ എന്നും പറഞ്ഞിരുന്നേ. അത് പ്രോഫിറ്റ് 1 കാണിച്ചിട്ട് തിരിച്ച് കയറിയുമ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. നമ്മളിത് ബുക്ക് ചെയ്താൽ നമ്മളല്ലേ മണ്ടന്മാരെ. അങ്ങനെയൊന്നും നോക്കണം. നമ്മളൊരു സേഫായിട്ടുള്ളൊരു ട്രേഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു 100 ഷെയർ 500 രൂപ കിട്ടിയാൽ മോശമല്ല. വീക്കിലിയോ മന്ത്ലി ഇപ്പം ഞാൻ ഇവിടുത്തെ സാഹചര്യത്തിൽ എനിക്ക് ലൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ തിരിച്ച് മസ്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വൺ സൈഡ് മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം, റിവേഴ്സ് കൺഫേം ട്രെൻഡ് എങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കുന്നത്. അത് ഈ ഹെവി മൂവ്മെൻ്റ് ഉള്ള വൺ സൈഡ് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക്
ഞാൻ നോർമൽ വൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഞാൻ പറയുന്ന കൺഫേം ട്രെൻഡിൽ ഞാൻ വൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതായത് R2 പോയിട്ട് R1 താഴെ ഇറങ്ങിയാൽ അതിൻ്റെ ഇടയിലുള്ള ആവറേജ് വന്നിട്ട് ഇറങ്ങുമ്പോൾ ഞാനൊരു വൺ സൈഡ് മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതുപോലെ പിന്നെ R1 അല്ലെങ്കിൽ R2 R3 ഏത് ലെവലിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷം തിരിച്ച് വീണ്ടും ആ ലെവലിന് മുകളിൽ പോയി ഹൈ അടിക്കും. പക്ഷേ അതിന് മുകളിലുള്ള ഹൈ അടിക്കത്തില്ല. തിരിച്ച് വീണ്ടും പഴയ ലെവൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ R3യുടെ മുകളിൽ പോയി ട്രേഡായി, അതിനുശേഷം R3യുടെ താഴെ വന്നു, വീണ്ടും തിരിച്ച് R3യുടെ മുകളിൽ പോയി ഹൈ അടിച്ചു, പക്ഷേ R4 അടിച്ചില്ല. തിരിച്ച് R3 ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് എൻട്രി ചെയ്താൽ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഷെയർസിനകത്ത്. എനിക്കത് കൺഫേംഡ് ആയിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ചില സമയത്ത് പോവും, എല്ലാ സമയത്തും കിട്ടണമെന്നില്ല, എന്നാലും ഒരു 90% മുകളിൽ കിട്ടാറുണ്ട്. അതുപോലെ ഒരു ഷെയറിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ്, ഇപ്പം ഒരു ഷെയർ 100 ആവറേജ്, അതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് 100 പക്ഷേ ഷെയർ 110 നിൽക്കണം. അപ്പം 10% മുകളിലാണ് ഷെയർ സ്പോട്ടിലെ പ്രൈസ് പടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഉറപ്പായിട്ട് ഒരു ചെറിയൊരു കറക്ഷൻ വന്ന് 105 വരാൻ ഒരു ചാൻസ് ഉണ്ട്. അല്ലെ പിന്നെ ഹെവി ന്യൂസിൽ ആ ഷെയർ അപ്പർ സർക്യൂട്ടിന് പോകാൻ വേണ്ടിയുള്ള ഷെയർ ആയിരിക്കണം. പക്ഷേങ്കിൽ പെട്ടെന്നൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു മൂവ്മെന്റ് അങ്ങനത്തെ അത്രയും ഗ്യാപ്പ് കിട്ടിയാൽ ഉറപ്പായിട്ട് അത് കവറിങ് താഴോട്ട് വരും. നമുക്ക് ഇപ്പം 100 ആവറേജ് പ്രൈസ് 110 ഇരിക്കുന്ന ഷെയർ 100 വരുമെന്നല്ല എൻ്റെ അർത്ഥം. നമുക്കൊരു 5 രൂപയെങ്കിലും അതിനകത്ത് കിട്ടും. അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഒരു തലേദിവസം 20% ഒക്കെ അടിച്ച ഷെയർ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റിൽ 2, 3, R1, R2, R3 ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് മിക്കവാറും വൺ സൈഡ് മൂവ്മെന്റ് ആയിരിക്കും താഴോട്ട് കിട്ടുന്നത്. പക്ഷേ ലെവലുകൾ കട്ട് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാം. ഇപ്പോൾ R1, R2, R3 പോയതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ 20% അടിച്ച ഷെയറുകൾ, ആ ഷെയറാണ് പറഞ്ഞത്. അത് ഓപ്പണിങ് നല്ല സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്നൊരു കയറുകയൊക്കെ ചെയ്യും. അതുപോലെ ഈ R1ഉം പ്രീവിയസ് ഡേ ഹൈ ഒരേ സ്ഥലത്താണ്. ഏകദേശം ഇപ്പോൾ ഒരു ഷെയറിന് 104 പ്രീവിയസ് ഡേ ഹൈയും 105 R1ഉം ആണെങ്കിൽ ഈ രണ്ട് ലെവലിൻ്റെ മുകളിൽ പോയതിനു ശേഷം ഈ രണ്ട് ലെവലിൻ്റെ താഴെ വന്നാൽ നല്ലൊരു ചാൻസ് ആണ്. അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റ് നമുക്കൊരു 100% നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് പിന്നെ ഒരു 90% മുകളിലോട്ട് ചാൻസ് എടുക്കാം. പക്ഷെ ആ 10% ഉള്ള റിസ്ക് നമ്മൾ മനസ്സിലാക്കി അവിടെ നമ്മൾ റിസ്ക് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹോം ഫസ്റ്റ്, അതെ ഞാൻ കാണിച്ചായിരുന്നല്ലോ നേരത്തെ. ഹോം ഫസ്റ്റിനകത്ത് അങ്ങനത്തെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് പ്രോഫിറ്റ് ഇല്ല. വിലയിൽ പ്രോഫിറ്റ് തരുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഹെവി പ്രോഫിറ്റ് ഇല്ല. ലാസ്റ്റ് ടൈമിൽ പ്രോഫിറ്റ് തരുന്നുണ്ട്. ഞാൻ പക്ഷേ ഈ ഹോം ഫസ്റ്റ് പോലുള്ള ഷെയറിനകത്തൊക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കും. എനിക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് അതിനകത്ത് വീണ്ടും ചാൻസ് തരുമെന്ന് അറിയാം. അങ്ങനെ ഇപ്പോൾ നമ്മളത് നോക്കിയിരുന്ന് ആ ഷെയറെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെന്റ് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് കറക്റ്റ് ലെവൽ വരുമ്പോൾ എൻട്രി എടുക്കും, നല്ല ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുക്കും. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഇന്നിന് ഞാൻ പറ്റത്തില്ല, നോക്കട്ടെ ഞാൻ അടുത്ത ആഴ്ച എപ്പോഴേലും നോക്കിയിട്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം. പിന്നെ അന്ന് മീറ്റിങ്ങിൽ വന്നവർക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സാക്സോപ്റ്റ്, പിന്നെ വേറെ ഏതായിരുന്നു, അന്ന് 3 ഷെയറാണ് കാണിച്ചത്. പിന്നെ ഞാൻ എൻട്രി എടുത്ത ഏതോ ഒരു ഷെയർ ഉണ്ടായിരുന്നു. ആ ഷെയർ എല്ലാം നല്ല രീതിയിൽ താഴെ പോയി. അതിപ്പോൾ അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവിടെ എടുത്തതെന്നൊക്കെ അന്ന് അവിടെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ വന്നവർക്കൊക്കെ മനസ്സിലായി കാണും. ലൈവിൽ ഇരുന്ന് പറയുമ്പോൾ ഇച്ചിരി നല്ലതായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. എന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും. ഇറങ്ങുമോ എന്ന് കൺഫേം ആക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെങ്കിൽ ഒരു 90%, ഇപ്പം ഒരു 5% മുകളിലുള്ള ഒരു ലെവൽ, അതായത് ഇപ്പം R1 5% മുകളിലാണെങ്കിൽ അവിടെ നിന്നൊരു ചാൻസ് നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ഒരു ഹൈ അടിച്ചതിന് നല്ലൊരു ഹൈ അടിച്ചതിന് ശേഷം നല്ലൊരു 2-3% താഴെയാണ് ഷെയർ ക്ലോസ് വരുന്നത്. പിറ്റേ ദിവസം ആ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്.
ഓൾറെഡി അത് എന്താണ് പറയുന്നത്, ഒരു ഒരു മൂവ്മെന്റ് കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് അത് അത്രയും ഹൈ ഒരു 3-4% താഴോട്ട് പോകുന്നത്. പക്ഷെ തിരിച്ച് വീണ്ടും പിറ്റേ ദിവസം ആ റേഞ്ചിലോട്ട് വന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടും. ചില ഷെയർ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോകുന്ന കാണുമ്പോൾ അപ്പം നമ്മൾ അങ്ങനെ പോവും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോപ്പ് ലോസ് അടിക്കാതെ എല്ലാ ഷെയറിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷെ നമ്മൾ ചില കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്, ഒരു ഷെയറിനകത്ത് ലോസ് ആയി കഴിഞ്ഞാൽ ആ ഷെയറിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കും. അവിടെ ഒരു മിസ്റ്റേക്ക്, അതൊരു മിസ്റ്റേക്കാണ്. ഞാനും ചെയ്യാറുണ്ട് അത്. പക്ഷെങ്കിൽ ഞാൻ കൂടുതലും എനിക്ക് പിന്നെ ചാൻസ് കിട്ടുമ്പോഴേ എൻട്രി എടുക്കാറുള്ളൂ. പക്ഷെങ്കിൽ നോർമൽ ആൾക്കാരാണെങ്കിൽ ചാൻസ് വരുന്നതിന് മുന്നൊക്കെ എടുത്തിട്ട് പിന്നെ എൻട്രി എടുത്ത് അതോടെ കൂടുതൽ ലോസ് ആക്കി വെക്കാറുണ്ട്. ബാക്കി ട്രേഡ് എല്ലാം പ്രോഫിറ്റ് ആയാലും ഒരെണ്ണം ഇങ്ങനെ ലോസ് ആയി എല്ലാം പോകുന്നു. അവിടെ ആ എല്ലാം പോകുന്നെന്നുള്ളതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രോഫിറ്റ് ചെറിയ രീതിയിലാണ് ബുക്ക് ചെയ്യുന്നത്, ലോസ് വരുമ്പം വെച്ചോണ്ടിരിക്കുന്നു. അതായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യും, 1 രൂപ 2 രൂപയ്ക്ക് ബുക്ക് ചെയ്യാം. ലോസ് വന്നാൽ 10 രൂപ വന്നാലും നമ്മൾ ബുക്ക് ചെയ്യാതെ വെച്ചോണ്ടിരിക്കും. ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. ജോലിയുടെ ഇടയ്ക്ക് നമ്മൾ ട്രേഡിങ്, ഇപ്പം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ട്രേഡിങ് ഫുൾ ടൈം ട്രേഡർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് വരാവുന്നത്. ഫുൾ ടൈം ട്രേഡിങ്ങിന് വേണ്ടി ഇരിക്കുന്നവർക്കാണ് കൂടുതലും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ല ഷെയറിനകത്ത് ഇടയ്ക്ക് എൻട്രി ചെയ്തു പോയാൽ ആ ഷെയറിനകത്ത് ഇടയ്ക്ക് നമ്മൾ ആ പിന്നെ ഗ്യാപ്പ് ഉണ്ടല്ലോ, പിന്നീട് നോക്കാൻ വരുന്നത് വരെയുള്ള ഗ്യാപ്പിൽ ആ ഷെയറിനകത്ത് എന്ത് നടക്കും നമുക്ക് മനസ്സിലാകുന്നില്ല. അവിടെ പ്രയാസം വരും. അപ്പം നമുക്ക് ചിലപ്പോൾ ആ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് ചില ഷെയറിനകത്ത് നമുക്ക് പെട്ടെന്ന് എൻട്രി വെളിയിൽ വരാൻ പറ്റും. നമ്മൾ പിന്നെ എൻട്രി ഇട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നീ സ്റ്റോപ്പ് ലോസ് അടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കാണും. ഫുൾ ടൈം മാർക്കറ്റിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. CPR ലെവലിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷെയർ എന്ന് പറയുന്നത് തലേദിവസം ഒരു ഹെവി മൂവ്മെന്റ് തരുന്ന ഷെയറാണ് കൂടുതലും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാലും തലേദിവസം നല്ല ഹെവി ആയിട്ട് നമുക്ക് ഒരു പിടിയും തരാതെ മൂവ്മെന്റ് തരുന്ന ഷെയർ പിറ്റേ ദിവസം നല്ല ചാൻസ് നമുക്ക് തരും. പക്ഷെ ആ തലേ ദിവസത്തെ ഒരു പിടിതരാത്ത മൂവ്മെന്റ് പലരും അതിനകത്ത് പ്രസാദിച്ചിട്ട് പണി കിട്ടിയിട്ടിരിക്കും. അതുകൊണ്ട് പിറ്റേ ദിവസം അവർ എൻട്രി എടുക്കാൻ പേടിക്കും. പക്ഷെ പിറ്റേ ദിവസം നല്ല നല്ല കിടിലൻ ചാൻസ് തന്നിട്ട് ആ ഷെയർ പോവുകയും ചെയ്യും. എൻ്റെ ചെറിയ ഇത് 12 പോയിൻ്റൊക്കെയാണ്. 12 പോയിൻ്റ് എടുക്കുക. ഇതിനകത്തുള്ള പ്രശ്നം, ക്വാണ്ടിറ്റി കൂടുമ്പോൾ 1 രൂപ നമുക്ക് ലോസ് കാണിക്കുമ്പോഴും ലോസ് ഹെവി ആയിട്ട് പോകും. ചെറിയ ട്രേഡ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇത്രയും വരത്തേ ഉള്ളൂ, അത്രയും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇത്ര മാക്സിമം ഇവിടെ വരെ പോകുന്നറിയാം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കും ബെറ്റർ. നമ്മുടെ ഗ്രൂപ്പിൽ നീതു ചെയ്യുന്ന പോലെ. നമ്മുടെ ഗ്രൂപ്പിൽ നീതു അങ്ങനെ ആദ്യമൊക്കെ അടപടലം അടിയായിരുന്നു, മേപ്പോട്ടും താപ്പോട്ടും ക്വാണ്ടിറ്റി വെച്ചിട്ട്. അപ്പം പണി കിട്ടി. പിന്നെ ചെറിയ രീതിയിൽ അവർ കൺട്രോളിലായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡെയിലി 20,000 രൂപ വെച്ച് 20,000 രൂപയിൽ ഒരു 2,000 രൂപ വെച്ച് ഈസിയായിട്ട് ഒരു പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറിയ പ്രോഫിറ്റിലോ അതല്ല എങ്കിൽ ചെറിയ ലോസിലോ വയ്ക്കുന്ന. കൺട്രോൾഡാണ് അവരുടെ ട്രേഡിങ്. പക്ഷെങ്കിൽ
നീ ഇത് ക്വാണ്ടിറ്റി ഇത് ക്യാപിറ്റൽ കൂട്ടി ഉറപ്പായിട്ടും തിരിച്ച് പഴയ പോലെ ആവും. അതാ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവും. മജോറിറ്റി നോക്കണം. വേണ്ട നീതു. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞെന്ന്. പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ദിസ് വിത്ത് ക്യാൻഡിൽ. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് എന്താണ് വിത്ത് ഇവിടെ R1 ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ഈ R1 എൻട്രി എടുത്താൽ ഉറപ്പായിട്ടും ഞാനിവിടെ ബുക്ക് ചെയ്യത്തില്ല. ഈ റേഞ്ച് ബുക്ക് ചെയ്യത്തില്ല. ചെറിയ പ്രോഫിറ്റാണ്. ഞാൻ ആ എൻ്റെ ഇവിടെ സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷേ എങ്കിൽ ഈ എൻട്രി എനിക്ക് കിട്ടും. ഞാനതേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല. നോക്കാതെ സ്ക്രീനിൻ്റെ അടുത്തുനിന്ന് മാറിക്കാണെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാറും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് ഹൈ അടിച്ചാൽ അന്നേരം കട്ട് ചെയ്ത് കളയും. പിന്നെ നോക്കിയൊന്നും ഇരിക്കത്തില്ല. ഓക്കെ, കഴിയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനിയാണെങ്കിൽ എപ്പോഴും ലൈവ് വരുന്ന സമയത്തും ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞെടുക്കാം. അതുപോലെ ലൈവായിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്ന കാര്യം, ട്രേഡ് എടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം, അതായത് ഇപ്പോൾ ഒരു 2-3 ഷെയർ ട്രേഡ് എടുക്കുക, എന്തുകൊണ്ടാണ് ആ എൻട്രി എടുത്തത്, അതുകൊണ്ട് എത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയുള്ള വീഡിയോ അടുത്ത ആഴ്ചയിലോ ഞാൻ തിരിച്ച് ആ മസ്കറ്റിൽ ചെന്നാലേ ഫ്രീ ആകത്തുള്ളൂ. അപ്പോൾ അവിടെ വെച്ചാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു 2-3 വീഡിയോ അങ്ങനത്തെ എടുത്തിട്ട് തരാം. അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ പല ഷെയർസ് ഒരേ ഷെയർ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പ്രത്യേകിച്ച് ആ മീറ്റിങ്ങിനൊന്ന് അന്ന് ഞങ്ങൾ 2-3 ഷെയർ മാത്രമേ എടുത്തുള്ളൂ. അതിൽ തന്നെ നമ്മൾ നോക്കിയിരുന്നുകൊണ്ട് അപ്പുറത്തെ ആ ഷെയറിൻ്റെ ഏകദേശം മൂവ്മെൻ്റ് എല്ലാം നമുക്ക് പിടിക്കാൻ പറ്റിയായിരുന്നു. അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ചോദ്യം ചോദിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ബൈ.